ഹലോ, നമ്മുടെ മഴതോറും മുമ്പേ സീരിയലിൻ്റെ നാളത്തെ പ്രിവ്യൂയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നതിനോടൊപ്പം ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കണം കേട്ടോ. കാരണം എങ്കിലേ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് എൻഗേജ്ഡ് ആവത്തുള്ളൂ. അപ്പോൾ ഒരുപാട് നീട്ടുന്നില്ല. നാളെ നടക്കാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ ഒരു ചെറിയ ഇൻട്രോ മാത്രമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ നമ്മുടെ വൈജയന്തി കൊല്ലപ്പള്ളി വീട്ടിൽ പോയി ശിവശങ്കരനും രാജീവുമായിട്ടൊക്കെ സംസാരിച്ച് വന്നിട്ട് ആകെ ഷോക്കഡായിട്ട് നിൽക്കുകയാണ്. കാരണം പുള്ളിക്കാരത്തെ ജീവിതത്തിൽ ഈ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ എങ്കിലും ബാലചന്ദ്രൻ അത് ചെയ്തു എന്ന് കേട്ടപ്പോൾ വൈജയ്ക്ക് ആകെ ഒരു ബുദ്ധിമുട്ട്. തന്നെ ഇത്രയും നാൾ ചതിച്ചില്ലേ, എന്നിട്ട് ഇപ്പോൾ എല്ലാവരുടെ മുമ്പിൽ വലിയ വീരവാദം പോലെ അതൊക്കെ വലിയ ഇതായിട്ട് പറയണു. എന്നിട്ട് സ്വന്തം അവിഹിതത്തിലുണ്ടായ മകളെ ദത്തുപുത്രിയായിട്ട് കൊണ്ടുവന്ന് പാർപ്പിക്കണു. അപ്പോൾ അതൊക്കെ ആലോചിച്ചിട്ട് വൈജയ്ക്ക് ആകെ ഒരു എന്തോ ഒരു ഇറിറ്റേഷനാണ്. അങ്ങനെ ഇതെല്ലാം കേട്ട് വൈജ തിരിച്ച് കൊല്ലപ്പള്ളി വീട്ടിൽ നിന്ന് ഇങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് വരെയാണ്. വന്നപ്പോൾ നമ്മുടെ വൈജ നമ്മുടെ അലീന ഉണ്ടായിരുന്നു. അലീനെ കണ്ടപ്പോൾ തന്നെ ദേഷ്യമാണ്. ചായ എടുക്കട്ടെ, ഭക്ഷണം എടുക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടും വൈജ എനിക്ക് ഇച്ചിരി വിഷം തരാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാൽ ആ ദേഷ്യവും സങ്കടവും എല്ലാം കൂടെ കൊണ്ട് എന്ന് വെച്ചാൽ മെൻ്റലി വൈജ ആദ്യത്തേനെക്കാട്ടിലും ഒരുപാട് വൈജയന്തിക്കൊരു താങ്ങാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനാണ് കേട്ടോ ഇത്. അങ്ങനെ കാര്യങ്ങളൊക്കെ ആ രീതിയിൽ പോകുന്ന സമയത്ത് നമ്മുടെ വൈജ റൂമിൽ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്, ഇനി എന്ത് ചെയ്യും, എനിക്കാണോ അവൾക്കാണോ ഈ വീട്ടിൽ സ്ഥാനം, ഇനി ഈ പറയുന്ന അലീനയുടെ അമ്മയും കൊണ്ടുവന്ന് ബാലചന്ദ്രൻ ഇവിടെ താമസിക്കുമോ, എനിക്കും എൻ്റെ മക്കൾക്കും ഒന്നും ഇല്ലാണ്ടാവുമോ, അങ്ങനെയൊക്കെയുള്ള പല ചിന്തകളും ഒരു അമ്മ എന്ന രീതിയിൽ വൈജയുടെ മനസ്സിൽ പല ഒരു ഇതും കടന്നു വരികയാണ്. എന്നിട്ട് വൈജയന്തി നേരെ നമ്മുടെ ബാലചന്ദ്രൻ്റെ റൂമിലോട്ട് പോവാണ്. എൻ്റെ ബാലചന്ദ്രനോട് ചോദിച്ചു, ബാലചന്ദ്രന് ഈ ശിവേട്ടനോടൊക്കെ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ എന്ന് ചോദിക്കുകയാണ്. അതിലേ ഞാൻ പറഞ്ഞത്, നിങ്ങൾക്ക് നാണം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കെന്തിനാ നാണം, എനിക്ക് എൻ്റെ ജീവിതത്തിൽ പറ്റിപ്പോയൊരു തെറ്റ് ഞാനിപ്പോൾ ഏറ്റു പറയണു എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ്റെ ഭാഗങ്ങൾ അങ്ങോട്ട് ന്യായീകരിക്കുകയാണ്. അപ്പോൾ വൈജയന്തി പറഞ്ഞു, അപ്പോൾ ഞാൻ ആരാ നിങ്ങളുടെ ജീവിതത്തിൽ, എൻ്റെ 3 മക്കളാരാ, നീ എൻ്റെ ഭാര്യ, അതെൻ്റെ ഭാര്യയുടെ പദവി ഞാൻ നിങ്ങൾക്ക് തരാൻ പോവില്ല, നിങ്ങളെ ഞാൻ ഭർത്താവായിട്ട് അംഗീകരിക്കാൻ പോവല്ലേ എന്നൊക്കെ നമ്മുടെ വൈജ ബാലേന്ദ്രനോട് പറയണം. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, എൻ്റെ ജീവിതത്തിൽ എനിക്ക് എപ്പോൾ പറ്റിയതാണ് നിങ്ങൾക്ക് ഈ ഒരു തെറ്റ്, അതൊന്നും കാലവും വർഷവും ഇതൊന്നും എനിക്കിപ്പോൾ ഓർമ്മയില്ല എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് എന്നെ നിങ്ങൾ വഞ്ചിക്കുകയല്ലേ ഇത്രയും നാളും ചെയ്തത്, നിങ്ങളുടെ ഭാര്യയായിട്ട് എൻ്റെ 3 മക്കളുടെ മുന്നിൽ നിങ്ങൾ ഞങ്ങളെ വഞ്ചിക്കുകയല്ലേ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു, എനിക്ക് തെറ്റി പറ്റിപ്പോയി, സമ്മതിച്ചു, ഞാൻ അതിൽ പശ്ചാത്തപിക്കണമെന്നും പറയുന്നുണ്ട്. ഇത്രയും നാളും പറയാതിരുന്നത് തെറ്റ് തന്നെയാണ്, ആയിക്കോട്ടെ, നിനക്ക് ഇങ്ങനെ വല്ലതും വിവാഹത്തിന് മുന്നേ എന്തെങ്കിലും അവിധ ബന്ധമോ അല്ലെങ്കിൽ അങ്ങനെ വല്ലതും നിനക്കുണ്ടായിട്ടുണ്ടെങ്കിൽ നീയും തുറന്നു പറഞ്ഞു. അപ്പോൾ ബാലചന്ദ്രൻ, നിങ്ങൾക്ക് നാണമില്ലേ എന്ന് വൈജ ഇങ്ങനെ ചോദിക്കണം ബാലേന്ദ്രനോട്. നിങ്ങൾ എന്തൊക്കെയാണ് ഈ പറയണത്, എനിക്കിതൊന്നും ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല, ഞാൻ ഇനി എന്ത് ചെയ്യണം വൈജ ചോദിക്കുകയാണ്. അപ്പോൾ ബാലേന്ദ്രൻ പറയണു, നീ എന്താ, നീ എൻ്റെ ഭാര്യ, നീക്ക് ഈ വീട്ടിൽ കഴിയാം, അങ്ങനെ നിങ്ങളുടെ നിങ്ങളുടെ അവിഹിതത്തിലുണ്ടായ മകൾ അലീന ഇവിടെ ഉള്ളപ്പോൾ എനിക്കെന്ത് സ്ഥാനം ഇവിടെ, ഞാനിവിടെ നിൽക്കില്ല, ഒന്നുകിൽ അവൾ അല്ലെങ്കിൽ ഞാൻ, അങ്ങനെ മതി ഈ വീട്ടിൽ. അയ്യോ, എന്തായാലും അലീനയും ഞാൻ ഇവിടെ ഇറക്കി വിടില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ നിനക്ക് ഇഷ്ടമുള്ള നിൻ്റെ കൊല്ലപ്പള്ളി വീട്ടിൽ പോകണമെങ്കിൽ പോവാം, അല്ലെങ്കിൽ ഇവിടെ താമസിക്കാം, അത് നിൻ്റെ ഇഷ്ടം. ഒരിക്കലും നിന്നെ ഞാൻ എന്ന് ഞാൻ പറയത്തില്ല. കാരണം നീ എൻ്റെ ഭാര്യയാണ്, 3 മക്കളുടെ അമ്മയാണ്, എനിക്ക് ഇനി അപ്പോൾ വൈജയന്തി പറഞ്ഞു, ഓ അങ്ങനെ ആയിക്കോട്ടെ, അപ്പോൾ ഇനി സ്വത്തുക്കളെല്ലാം നിങ്ങളുടെ മോക്കങ്ങ് എഴുതി കൊടുക്കാമല്ലോ. അങ്ങനെ എൻ്റെ സ്വത്തുക്കൾ എൻ്റെ ഒരു മോക്കായിട്ടല്ല, എൻ്റെ 4 മക്കൾക്കും തുല്യമായിട്ടായിരിക്കും എന്ന് പറഞ്ഞ്, ആയിക്കോട്ടെ, നിങ്ങൾ ജീവിക്കുക, മക്കൾക്ക് കൊടുക്കുക, എന്തുവാണോ ചെയ്തോ, എന്തായാലും എന്നെ അതിൽ നിന്ന് വിട്ടേക്കുമെന്ന് പറഞ്ഞ് വൈജയന്തി ഭയങ്കരമായിട്ട് കിടന്ന് ഇമോഷനായിട്ട് എന്ത് പറയണോ അല്ലെങ്കിൽ എന്തടിയായെന്ന് വല്ലാത്ത ഒരു ഫീലിങ്സോടുകൂടെയാണ് ബാലേന്ദ്രനോട് സംസാരിക്കുന്നത്. കാര്യം വെച്ചാൽ വൈജയന്തിക്ക് എല്ലാം നഷ്ടപ്പെട്ടു പോയി, തൻ്റെ ജീവിതം പോയോ എന്നാൽ ഒരു നിമിഷം ചിന്തിക്കുന്നില്ല. താനും ഇതേ തെറ്റ് വിവാഹത്തിന് മുന്നേ താനും ഈ തെറ്റ് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ എങ്കിൽ പോലും ബാലചന്ദ്രൻ ചെയ്തു എന്ന് കേട്ടപ്പോൾ, സ്വന്തം ഭർത്താവ് ചെയ്തു എന്ന് കേട്ടപ്പോൾ അത് വൈജയന്തിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല. പ്രത്യേകിച്ച് വേറൊന്നുമല്ല, അലീനയെ ഉൾക്കൊള്ളാൻ പറ്റാത്തതാണ് ഇതിൽ വരുന്ന മെയിൻ ഒരു ഇത്. അപ്പോൾ ആ ഒരു ദേഷ്യവും വിദ്വേഷവും ഒക്കെയാണ് ബാലചന്ദ്രനോട് ഇങ്ങനെ സംസാരിക്കുന്നത്. അവസാനം ഞാൻ എൻ്റെ ജീവിതത്തിൽ എൻ്റെ തീരുമാനങ്ങൾ പലതും എടുത്തിട്ടുണ്ട്, ആയിക്കോട്ടെ എന്ന് പറയുന്നുണ്ട്. ആയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് വൈജ ഇറങ്ങി റൂമിലോട്ട് പോവാണ്. എന്നിട്ട് റൂമിൽ പോയി ഇരിക്കണം. അപ്പോൾ അലീന എല്ലാവരും ഫുഡൊക്കെ എടുത്ത് കൊടുത്തിട്ട് അലീന റൂമിൽ ചെന്നിട്ട് മാഡം ആഹാരം എടുക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട്. എനിക്കൊന്നും വേണ്ട,
എന്നെ ഒന്ന് വെറുതെ വിടാവോ, ഇറങ്ങി പോകാവോ എന്നൊക്കെ ചോദിച്ചിട്ട് അലീനയുടെ അടുത്ത് കിടന്ന് ദേഷ്യപ്പെട്ടാണ്. നീ ഒറ്റ ഒരുത്തിയാണ് എൻ്റെ ജീവിതം, എൻ്റെ മക്കളുടെ ജീവിതം ഈ രീതിയിലാക്കിയതെന്നൊക്കെ പറഞ്ഞിട്ട് വൈജ കിടന്ന് ഇങ്ങനെ ഷൗട്ട് ചെയ്യണം കേട്ടോ. അങ്ങനെ കാര്യങ്ങളെല്ലാം ആ രീതിയിൽ പറഞ്ഞ് വൈജ ഇങ്ങനെ ഒരു ടെൻഷൻ അടിച്ചിരിക്കണം. അപ്പോൾ അലീനയ്ക്കാണെങ്കിൽ ഭയങ്കര വിഷമം കേട്ടോ. അലീന ഇതിന് മുന്നേ വൈജ വന്ന സമയത്തും ഇങ്ങനെ ഈ മകളുടെ കഥയൊക്കെ കേട്ട് ഗംഗാധരനൊക്കെ പറഞ്ഞ കഥ കേട്ട് അലീനയുടെ അടുത്ത് ചാടിയല്ലോ. ആ സമയത്തും ബാലചന്ദ്രൻ്റെ അടുത്ത് പോയി പറഞ്ഞു, അച്ഛൻ പറഞ്ഞ ആ കള്ളക്കഥ അമ്മയും വിശ്വസിച്ച് പറഞ്ഞു. കാരണം അവരൊക്കെ ശിവശങ്കരനും രാജീവും ഒക്കെ പറഞ്ഞു കൊടുത്ത് അമ്മ അത് തെറ്റിദ്ധരിച്ചൊക്കെയാണ്. അതിപ്പോൾ ശരിക്കും പാവമല്ലേ അച്ഛൻ എന്ന് അന്നേരം പോയി ചോദിച്ചു. എന്നിട്ട് ഈ ഭക്ഷണം കഴിക്കാണ്ടിരുന്നപ്പോഴും അലീനയ്ക്ക് ഭയങ്കര സങ്കടം കേട്ടോ. അങ്ങനെ അലീന വീണ്ടും ചെന്നിട്ട് ബാലചന്ദ്രൻ്റെ റൂമിൽ ചെന്നിട്ട് പറയുകയാണ്, അമ്മ ആഹാരം പോലും കഴിക്കുന്നില്ല, എനിക്കെന്തോ ഒരു വല്ലാത്തൊരു മനപ്രയാസം തോന്നുകയാണ്, എനിക്കത് സഹിക്കാൻ പറ്റുന്നില്ല അച്ഛാ, ഇനി എന്ത് ചെയ്യുക. അപ്പോൾ പറയും, മോൾ അധികം കാര്യങ്ങൾ അവൾക്ക് വേണമെങ്കിൽ അവൾ കഴിച്ചോളൂ, നീ അതിന് വേണ്ടി ടെൻഷൻ അടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ബാലചന്ദ്രൻ പറഞ്ഞൊഴിയാണ്. കാര്യം എന്ന് വെച്ചാൽ ചില്ലറ തെറ്റൊന്നും അല്ലല്ലോ വൈജയന്തി ചെയ്തിരിക്കുന്നത്. അപ്പോൾ കുറച്ച് സങ്കടവും വിഷമവും ഒക്കെ ഉണ്ടാവട്ടെ, അതിൽ വലിയ തെറ്റൊന്നും ഇല്ലാതെ പറയുന്നുണ്ട്. പക്ഷേ അലീനയ്ക്ക് എത്രയാണെങ്കിൽ അത് തൻ്റെ സ്വന്തം അമ്മയല്ലേ, ആ ഒരു സ്നേഹവും ആ ഒരു ഇതും അവൾക്കുണ്ടാവുമല്ലോ, അലീനയ്ക്ക് ഉണ്ടാവുമല്ലോ. അപ്പോൾ ആ ഓർത്ത് ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ ആ സമയത്താണ് നമ്മുടെ വൈജയന്തി ആകെ മെൻ്റലി ഒട്ടും ഒരു ഇതല്ലാണ്ട് ആകെ എന്ത് ചെയ്യണം, തനിക്ക് ഈ വീട്ടിൽ എന്ത് അധികാരമാണ് അല്ലെങ്കിൽ എന്ത് ഇതാണുള്ളത് എന്നുള്ള രീതിയിൽ ആകെ വൈജയന്തി ആകെ ഒരു ഇതായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ആ റൂമിൽ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചിട്ട് വൈജയന്തി ഒരു തീരുമാനം എടുക്കുകയാണ്. എന്തൊക്കെയോ മനസ്സിൽ ഉറച്ച തീരുമാനങ്ങൾ എടുത്തുകൊണ്ട് വൈജയന്തി അവിടെ നിന്ന് ആ വീട് വിട്ട് ഇറങ്ങാനായിട്ടുള്ള തീരുമാനം എടുക്കുകയാണ്. അങ്ങനെ വൈജയന്തി അവിടെ നിന്ന് ആ വീട് വിട്ട് ഇറങ്ങുകയാണ്. വീട് വിട്ട് ഇറങ്ങി അവസാനം വൈജയന്തി കാറും എടുത്തുകൊണ്ട് പോവാണ്. അപ്പോൾ ഈ കാർ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് നമ്മുടെ അലീന ഉറങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ അലീനയ്ക്ക് അറിയാൻ പറ്റും. അലീനെ നോക്കുമ്പോൾ അമ്മ വൈജയന്തി കാറും എടുത്തുകൊണ്ട് പോകണം. അലീന അപ്പം തന്നെ നേരെ ബാലേന്ദ്രൻ്റെ അടുത്ത് ചെന്നിട്ട് ഇങ്ങനെ വൈജയന്തി അമ്മ കാറും എടുത്തുകൊണ്ട് പോയി വെച്ചാൽ അപ്പോൾ എന്താ അപ്പോൾ പറയാം, നീ അതിന് ടെൻഷൻ ആവണ്ട, അവൾ കൂടിപ്പോയാൽ കൊല്ലപ്പള്ളി വരെ പോകും, ഇവിടെ നമ്മളിങ്ങനെ ഇതായതുകൊണ്ടായിരിക്കാം, നീ അതിൽ ടെൻഷൻ ആവണ്ട, മോള് പോയി കിടന്നു എന്ന് പറയുന്നുണ്ട്. പക്ഷേ അലീനയ്ക്ക് ഒരു സമാധാനവും ഇല്ലെന്ന്, എന്താണ് ഏതാണ് അമ്മ എങ്ങോട്ടായിരിക്കും പോയത്, താൻ കാരണമല്ലേ പ്രശ്നങ്ങൾ ഒരുപാട് ഗുരുതരമാവേണല്ലോ എന്നുള്ള, ഈ രാത്രി എന്തിനായിരിക്കും അമ്മ പോയത് എന്നിട്ടുള്ള ആ ചിന്തയോട് കൂടി ടെൻഷൻ അടിച്ച് അലീന ഇരിക്കുക കേട്ടോ. അപ്പം വൈജയന്തി കാറും എടുത്തുകൊണ്ട് പോയിട്ട് ആദ്യം എവിടെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒതുക്കിയൊക്കെ ഇട്ടു. എന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്. പുള്ളിക്കാരത്തി ഭയങ്കര ടെൻഷനാണ്. ബാലേന്ദ്രൻ എന്നോട് ഈ ചതി ചെയ്തല്ലോ, ആ ഒരു വിചാരം മാത്രം. അലീന ബാലേന്ദ്രൻ ചെയ്ത ആ തെറ്റ്, അത് രണ്ടും ഇങ്ങനെ ആലോചിക്കണം. എന്നിട്ട് പുള്ളിക്കാരത്തി വീണ്ടും വണ്ടി എടുത്ത് മുന്നോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ മുന്നോട്ട് പോയി അവസാനം ബാലേന്ദ്രൻ അത്ര വലിയ കാര്യമാക്കി ഇതെടുത്തില്ല. കാര്യം ഈ ഇറങ്ങിപ്പോക്ക് ഇതിപ്പോൾ ആദ്യത്തെ കാര്യമൊന്നും അല്ലല്ലോ. പക്ഷേ അലീന ഉറങ്ങിയിട്ടില്ല. അലീനയ്ക്ക് ആകെ ഒരു ടെൻഷനായി. അങ്ങനെ വൈജ കാറുമായിട്ട് മുന്നോട്ട് പോവാണ്. പക്ഷേ വൈജ വണ്ടി ഓടിക്കണു എന്നുണ്ടെങ്കിലും പുള്ളിക്കാരത്തിൻ്റെ മനസ്സ് ഇവിടെ എങ്ങുമില്ല. പല ചിന്തകളായിട്ട് ഇങ്ങനെ വണ്ടി ഓടിച്ച് പോവാണ് കേട്ടോ. അങ്ങനെ കുറേ ദൂരം എത്തിക്കഴിഞ്ഞിട്ടും വൈജയന്തി അപ്പോഴും അറിയില്ല താൻ വണ്ടി ഓടിക്കണമെന്ന്. കാരണം ആ ഒരു മൈൻഡിൽ ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയോ ആലോചിച്ച് എന്തൊക്കെയോ സങ്കടങ്ങൾ, അതിൻ്റെ ഇടയിൽ കുറേ പൊട്ടിക്കരയുന്നുണ്ട് വണ്ടി നിർത്തിയിട്ട്. എന്നുവെച്ചാൽ എന്തോ ആരും ഇല്ലാത്ത കണക്ക് എല്ലാം നഷ്ടപ്പെട്ടു, തൻ്റെ ജീവിതമേ പോയി. ഇത്രയും നാൾ ആ അഹങ്കാരം, ആ തെറ്റ് മറയ്ക്കാൻ വേണ്ടിയാണ് സത്യം പറഞ്ഞ വൈജയന്തി എല്ലാവരോടും ഈ ഒരു രീതിയിൽ, അല്ലെങ്കിൽ എന്ന് വെച്ചാൽ അവരുടെ ആ ജീവിതം തന്നെയാണ് അവർക്ക് ആ ഒരു സ്വഭാവം അവർ തിരഞ്ഞെടുത്ത് അതിലങ്ങ് പോകുന്ന ഒരു ക്യാരക്ടറായിരുന്നു വൈജയന്തിയുടേത്. അങ്ങനെ വൈജയന്തി ആ കാർ ഓടിച്ച് കുറേ ദൂരം പോയിട്ട് എപ്പോഴോ ആ മൈൻഡ് ഒന്ന് നോർമലായി നോക്കിയപ്പോൾ വൈജ എവിടെയോ വണ്ടി ഓടിച്ച് നിൽക്കണം. പെട്ടെന്ന് തന്നെ ഒരു വണ്ടി എതിരേന്ന് ലൈറ്റ് അടിച്ച് വന്നതും വൈജയന്തി പെട്ടെന്ന് കാറങ്ങ് വെട്ടിച്ചതും വേറൊരു കാറിൽ ചെന്ന് മുട്ടിയിട്ട് ഈ കാറ് 2-3 വട്ടം ഇങ്ങനെ മറിഞ്ഞ് ചെന്നങ്ങ് വീഴാണ്. ഒരു വലിയ നിലവിളി മാത്രം കേട്ടു. പക്ഷെ ആ സമയത്തും റോഡിൽ വണ്ടികളുണ്ടായിരുന്നു. അങ്ങനെ ആൾക്കാരൊക്കെ പെട്ടെന്ന് തന്നെ വണ്ടി നിർത്തി ഓടി വരെയാണ് കേട്ടോ. അപ്പോഴേക്ക് ഈ കാറ് മറിഞ്ഞ് കിടക്കുകയാണ്. നോക്കിയപ്പോൾ അതിനകത്ത് ഏതോ ഒരു സ്ത്രീ, പക്ഷെ ബോധമൊന്നുമില്ല വൈജയന്തി. കാറൊക്കെ മൊത്തം തവിട്ട് പൊടിയായി. അങ്ങനെ ആൾക്കാർ പെട്ടെന്ന് തന്നെ അവരെ വെളിയിലെടുക്കാൻ നോക്കി. പക്ഷേ കാറൊന്നും തുറക്കാൻ പറ്റുന്നില്ല, കാരണം അമ്മാതിരി ജാമായിപ്പോയി. പിന്നെ കാറൊക്കെ വെട്ടി പൊളിച്ചെടുക്കുന്ന രീതിയിൽ വൈജയന്തിനെ പുറത്തെടുക്കുകയാണ്. പിന്നീട് എത്രയോ നേരം കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഗംഗാധരൻ്റെ ഫോണിലോട്ട് ആരോ വിളിക്കുന്നുണ്ട്, ഇങ്ങനെ കൊല്ലപ്പള്ളി വീടല്ല, ഇങ്ങനെ വൈജയന്തിക്ക് ആക്സിഡൻറ്റ് പറ്റിയെന്നും ഇന്ന ഹോസ്പിറ്റലിലായിരുന്നു. ഗംഗാധരൻ
പൊട്ടിത്തെറിക്കുന്നു, ഷോക്കായിപ്പോയി. പെട്ടെന്ന് തന്നെ ഗംഗാധരൻ കമലയുടെ അടുത്ത് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലോട്ട് പോകാനുള്ള ഇത് രാജീവിനെയൊക്കെ വിളിച്ചുകൊണ്ട് തന്നെ കമല ഓടിച്ചെന്ന് മനുവിൻ്റെ അടുത്ത് പറയണം. മനുശങ്കർ പെട്ടെന്ന് ഉറക്കത്തിൽ നെഞ്ചു കേട്ട ആൻറ്റി ഈ രാത്രി എങ്ങോട്ട് പോയതാ? അതൊന്നും അറിയില്ല, അവൾ ആക്സിഡൻ്റ് ആണ്, സീരിയസ് ആണ്, ഹോസ്പിറ്റലാണെന്ന് മാത്രമേ അറിയൂ, ICUലാണെന്നാണ് പറഞ്ഞു കേട്ടെന്ന് പറഞ്ഞു. മനു അപ്പം തന്നെ അങ്കിളിനെ വിളിക്കുകയാണ്. അങ്ങനെ ബാലേന്ദ്രൻ്റെ അടുത്ത് വിളിച്ചു പറയണം. ആ സമയം അലീനയും ബബിതയും ഒക്കെ എല്ലാവരും കൃഷ്ണമോളും ഒക്കെ അറിയണം അമ്മ ഇങ്ങനെ പോയെന്നും. അതിൻ്റെ ഇടയിൽ നമ്മുടെ അലീന എപ്പോഴോ ഒന്ന് കണ്ണ് മയങ്ങിയപ്പോൾ ഒരു ദുസ്വപ്നം കണ്ട് ചാടി എഴുന്നേക്കണം, എന്തോ ഒരു അപകടം വരാൻ പോകുന്ന പോലെ. അപ്പോഴേക്കും അലീനയ്ക്ക് അപ്പത്തൊട്ടേ ഒരു വെപ്രാളുണ്ടെന്ന്. ആ സമയത്താണ് ഈ ഒരു ഇതും കൂടെയൊക്കെ വരുന്നത്. അങ്ങനെ നമ്മുടെ വൈജയന്തിയുടെ നില ഭയങ്കര ഗുരുതരമാണ്. ജീവൻ തിരിച്ചു കിട്ടുമോ എന്ന് പോലും അറിയാത്ത ഒരു സിറ്റുവേഷനിലായിട്ടാണ് നാളത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ആവുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം നമ്മുടെ മഴതോരും മുമ്പേ സീരിയൽ ഏത് രീതിയിൽ ഏത് റൂട്ടിലാണ് പോകുന്നതെന്ന് നമുക്കറിയില്ല. എന്തായാലും നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ എല്ലാവർക്കും ഒരു ശുഭരാത്രി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ ഇന്നത്തെ പ്രൊമോ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് വരിക കേട്ടോ. താങ്ക്